നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇപ്പോൾ ഇസ്രയേലി ജനങ്ങളിൽ ഒരു വിഭാഗത്തിനെങ്കിലും അവരുടെ കിടപ്പാടം നഷ്ടമായിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇറാൻ ഇസ്രയേലിൽ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചു എന്നൊരു ആരോപണവും ഇപ്പോൾ വരുന്നുണ്ട്. ഉത്തര കൊറിയയുടെ പ്രസിഡന്റായിട്ടുള്ള കിം ജോങ് ഉൻ ഇപ്പോൾ ഇസ്രയേലിനെതിരെ പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് ആരാച്ചി ഇപ്പോൾ UN-ൽ നടത്തിയ യുണൈറ്റഡ് നേഷൻസിന്റെ മനുഷ്യാവകാശ കമ്മീഷനിൽ നടത്തിയ ഒരു ആ പ്രസംഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ അത് വളരെയധികം ശ്രദ്ധയാകർഷിക്കുന്ന ഒന്ന് തന്നെയാണ്. നമുക്ക് ആദ്യമായിട്ട് പോകേണ്ടത് ഇസ്രയേലിലേക്ക് തന്നെയാണ്. നമുക്കറിയാം, ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രയേലിലേക്ക് കനത്ത ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. അതായത് ഇസ്രയേലിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇറാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേലിലേക്ക് നടത്തിയിരിക്കുന്നത്. നിരവധി കെട്ടിടങ്ങളാണ് ഇസ്രയേലിൽ നിലംപരിശായി കിടക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടുള്ളത് അത് ഗസയിൽ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ലെബനനിൽ കണ്ടിട്ടുണ്ട്. അതായത് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് പലായനം ചെയ്യുന്ന ഒരു ജനതയാണ് നമ്മൾ അവിടെ കണ്ടത്. എന്നാൽ അന്ന് ആരും ചിന്തിച്ചിട്ടുകൂടെയില്ല ഇങ്ങനെ ഒരു ദുർവിധി അത് ഇസ്രയേലിനെയും തേടി വരുമെന്ന്. ഇപ്പോൾ ഇസ്രയേൽ ഗസയിലോ യമനിലോ ആക്രമണം നടത്തുമ്പോൾ അതിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും, ഇപ്പോൾ യമനിൽ നിന്നുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഒരു പരിധിവരെയെങ്കിലും ഇസ്രയേലിന് അത് തടഞ്ഞിടാൻ സാധിച്ചിരുന്നു. ആ ഒരു സമയത്ത് പോലും അയൺ ഡോമുകൾ നോക്കുകുത്തിയായി നിൽക്കുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെടുത്തി നിരവധി വാർത്തകൾ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ്. നിരവധി വിദേശ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അത്തരം വാർത്തകൾ വന്നതാണ്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇസ്രയേൽ പോലൊരു രാജ്യം, അതായത് ഇത്തരം ചെറിയ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഒരു ആക്രമണം പോലും വേണ്ട രീതിയിൽ പ്രതിരോധിച്ചിടാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ മേഖലയിലെ തന്നെ ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള ഇറാനെ പോയി ആക്രമിക്കുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ ഇസ്രയേലിൽ നിരവധി പേർക്ക് വീട് നഷ്ടമായിട്ടുണ്ട്. ഇസ്രയേലിൽ വാസ്തവത്തിൽ എന്താണ് നടക്കുന്നത്, അതായത് ഇറാന്റെ ആക്രമണത്തിന്റെ ആ ഒരു തീവ്രത അത് എത്ര കണ്ടുണ്ട് എന്നതിനെക്കുറിച്ചെല്ലാം വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന രീതിയിലാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇറാൻ സേന ഇസ്രയേലിൽ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊരു ആരോപണവും ഇപ്പോൾ വരുന്നുണ്ട്. ക്ലസ്റ്റർ ബോംബ് എന്ന് വെച്ചാൽ ഈ ഒരു ബോംബിൽ തന്നെ നിരവധി ചെറിയ ചെറിയ ബോംബുകൾ ഉണ്ടായിരിക്കും. ഇത് വേണ്ട സമയത്ത് മാത്രമേ പുറത്തേക്ക് വന്ന് ആക്രമണം നടത്തുകയുള്ളൂ. അതായത് ഒരു വലിയൊരു പ്രദേശം മൊത്തം ആക്രമിക്കുന്നതിനായിട്ട് ഇത്തരം ക്ലസ്റ്റർ ബോംബുകളാണ് ഉപയോഗിക്കുന്നത്. ഈ വാർത്തയുമായി ബന്ധപ്പെടുത്തിയ ഒരു സ്ക്രീൻഷോട്ടും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ടൈംസ് ഓഫ് ഇസ്രയേൽ എന്ന് പറയുന്ന ഇസ്രയേലിൻ്റെ തന്നെ മാധ്യമമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ ക്ലസ്റ്റർ ബോംബുകൾക്ക് മറ്റൊരു അപകടം കൂടിയുണ്ട്. അതായത് ചില ബോംബുകളൊക്കെ പൊട്ടാതെ അത് മണ്ണിനടിയിൽ തന്നെ കിടക്കും. അതുകൊണ്ട് തന്നെ ഇസ്രയേലി അതോറിറ്റി പറയുന്നത് സംശയാസ്പദമായിട്ട് എന്ത് സാധനം കിട്ടിയാലും അതിൽ നിന്ന് അകലം പാലിക്കണമെന്നാണ് ഇപ്പോൾ ഇസ്രയേലി അതോറിറ്റി തന്നെ അവരുടെ നിവാസികളോട് പറയുന്നത്. മറ്റൊരു വാർത്ത വരുന്നത് നോർത്ത് കൊറിയൻ പ്രസിഡന്റായിട്ടുള്ള കിം ജോങ് ഉൻ അദ്ദേഹം ഇപ്പോൾ ഇസ്രയേലിനെ വിളിച്ചിരിക്കുന്നത് ക്യാൻസർ എന്നാണ്. നോർത്ത് കൊറിയ അതുപോലെ തന്നെ ഇറാനൊരു സപ്പോർട്ടുമായിട്ട് ഇപ്പോൾ മുമ്പോട്ട് വരുന്നു എന്നാണ് വിദേശ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയും പാശ്ചാത്യ ശക്തികളും കൂടെ സംഘർഷം കൂടുതൽ വഷളാക്കാനായിട്ട് നോക്കുകയാണ് എന്നാണ് കിം ജോങ് ഉൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അതിനിടെ ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് ആരാഗ്ചി യുണൈറ്റഡ് നേഷൻസിന്റെ മനുഷ്യാവകാശ കമ്മീഷനിൽ സംസാരിക്കവേ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് എൻ്റെ ജനങ്ങൾക്കെതിരെ നടക്കുന്ന അന്യായമായിട്ടുള്ള യുദ്ധമാണ്. ഇസ്രയേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ നടത്തുന്ന ആക്രമണം എന്ന് പറയുന്നത് ഗുരുതരമായ യുദ്ധക്കുറ്റമാണെന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഈ ഒരു പ്രസംഗത്തിന് ശേഷം യൂറോപ്യൻ യൂണിയന്റെ നേതാക്കളുമായിട്ടും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. എന്നാൽ മറ്റൊരു വാർത്ത വരുന്നത് ഇറാനിൽ നിന്നാണ്. അമേരിക്കൻ പിന്തുണയോടുകൂടി ഇസ്രയേലിൽ ഇറാനിൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ ഇറാനിലെ തെരുവുകളിൽ 10,000-കണക്കിന് ആൾക്കാരാണ് പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയത്. നിരവധി സ്ഥലങ്ങളിലായിട്ടാണ് ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഈ പ്രതിഷേധങ്ങൾക്കിടയിൽ തന്നെ ഇസ്രയേലിന്റെ അയൺ ഡോമിനെ പരിഹസിച്ചുകൊണ്ടും നിരവധി പോസ്റ്ററുകൾ നമുക്ക് കാണാൻ സാധിച്ചു. അതിനിടെ ഇറാന്റെ ആക്രമണത്തിൽ പകച്ചു നിൽക്കുന്ന ഇസ്രയേലിലേക്ക്, അതായത് സദേൺ നഗരമായിട്ടുള്ള ബോഷോവിലേക്ക് ഇപ്പോൾ വീണ്ടും ബാലസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായി എന്ന രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. നഗരത്തിലെ ഫ്ലാറ്റ് ബ്ലോക്കുകൾക്ക് ഇടയിലായിട്ടാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് പലരും ബങ്കറുകളിലേക്ക് ഓടുന്നൊരു കാഴ്ചയുമാണ്
ഇവിടെ നിന്ന്, അതായത് ഇസ്രയേലിലെ ഈ നഗരമായിട്ടുള്ള ബോർഷോബയിൽ നിന്ന് വരുന്നത്.